ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ മനസ്സ് തകർന്ന് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയ ഒരു കണ്ടസ്റ്റൻ്റാണ് ഷാനുവിന് ഇന്നലത്തെ എപ്പിസോഡോട് ഭയങ്കരമായിട്ട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ മടുത്തതുപോലെയാണ് നിൽക്കുന്നത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പ്രൊമോ വീഡിയോയിലും ഷാനുവിൻ്റെ മുഖത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം ഷാനവാസിൻ്റെ ഈ കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന രീതി ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുത്താത്തതായിരുന്നു. കാരണം ആ ഒരു സീക്രട്ട് ടാസ്ക് വരെയും ഷാനവാസ് ഭയങ്കരമായിട്ട് കോളമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ ഷാനവാസ് ഈ പറയുന്ന കണ്ടസ്റ്റൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും അല്ല. ഷാനവാസിൻ്റെ പൊതുവെ ഉള്ളൊരു പ്രകൃതം അത് തന്നെയാണ്. ഇപ്പോൾ ഷാനവാസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഷാനവാസിൻ്റെ ഒപ്പം മറ്റേ സീരിയലുകളിലും അതുപോലെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ കൂടെ അഭിനയിച്ചവർ പറയുന്ന ഒരു കാര്യം, ഷാനവാസിൻ്റെ മെയിനായിട്ടുള്ള പ്രകൃതം ഇത് തന്നെയാണ്. ഷാനവാസിൻ്റെ ക്യാരക്ടർ ഇത് തന്നെയാണ്. കാരണം പുള്ളിക്കാരന് ഇഷ്ടപ്പെടാത്തൊരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അപ്പം തന്നെ അവിടെ വെച്ച് ചൂടാവുകയും ഭയങ്കരമായിട്ട് അതൊരു സംസാര വിഷയമാക്കി എടുക്കുകയൊക്കെ ചെയ്യും. പുള്ളിക്കാരൻ അത്യാവശ്യം സീനിയർ ആയിട്ടുള്ളൊരു സീരിയൽ ആക്ടറാണ്. നമുക്ക് വേണമെങ്കിൽ സീരിയലിലെ പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസിനെ ബിഗ് ബോസ് ഹൗസിൽ തന്നെ കൊണ്ടുവന്നത്. കാരണം സീരിയലിൽ ഏകദേശം ഒരു 15 വർഷമായിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ ആക്ടറാണ് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ താമസിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ കൂടിയാണ്. അപ്പോൾ ഷാനവാസിനെ സംബന്ധിച്ച് ഇത്രയും ലാലേട്ടൻ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പോലും ഷാനവാസിന് അവിടെ ദേഷ്യം വരുന്നുണ്ട്. ലാലേട്ടനോട് പോലും ദേഷ്യപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇന്നലെ ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടർ വന്നിട്ട് ലാലേട്ടനെ പോലെയുള്ള ഈ പറയുന്ന ദാദാ സാഹിബ് അവാർഡൊക്കെ വാങ്ങിച്ച് നമുക്ക് അത്രയും പ്രൗഡ്ലി പറയാൻ പറ്റുന്ന ലാലേട്ടനെ പോലുള്ള വ്യക്തിക്ക് മുന്നിൽ അത്രയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഷാനവാസിൻ്റെ ഒരു കേന്ദ്ര സ്വഭാവം തന്നെ അത് തന്നെയാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഷാനവാസ് ഇന്നലത്തെ എപ്പിസോഡോട് ഭയങ്കരമായിട്ട് മടുത്തു പോയിട്ടുണ്ട് ബിഗ് ബോസ്. അതുപോലെ തന്നെ ഷാനവാസ് ആരോടും സംസാരിക്കുന്നില്ല. നമുക്ക് പറയാനായിട്ട് സാധിച്ചത് ഇന്നത്തെ എപ്പിസോഡിലും ഷാനവാസ് അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. കാരണം പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അത് കൊണ്ടിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലൊരു വീക്കെൻഡ് എപ്പിസോഡ് സീസൺ 6 ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ഡി ജെ സിബിൻ വളരെ മികച്ച രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്ന ഒരു വൈൽഡ് കാർഡായിരുന്നു. ലാലേട്ടൻ വന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് ഡി ജെ സിബിൻ്റെ ഈ പറയുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തു. ആ ഒരു സമയത്ത് ഡി ജെ സിബിൻ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോയി. പിന്നീട് അധികം നാളുകൾ ബിഗ് ബോസ് ഹൗസിൽ സർവൈവ് ചെയ്യാനായിട്ട് ഡി ജെ സിബിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അധികം വൈകാതെ തന്നെ ഡി ജെ സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഷാനവാസ് ഒരു ക്വിറ്റ് ചെയ്ത് പോകുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഡി ജെ സിബിൻ പോയതുപോലെ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അത് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, ഷാനവാസിൻ്റെ ഒരു മനസ്സ് ഭയങ്കരമായിട്ട് ഇന്നലത്തോടു കൂടി വേണ്ടാന്നുള്ള രീതിയിലായിട്ടുണ്ട്. അത് ഷാനവാസ് ഇതിനു മുമ്പും പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആരെയും താങ്ങി പിടിച്ച് നിൽക്കാനോ ആർക്ക് വേണ്ടിയും നിൽക്കാനോ ആരുടെ മുന്നിലും താന്ന് നിൽക്കാനോ എനിക്ക് സാധിക്കില്ല. വേണ്ടെങ്കിൽ വേണ്ട, ഇപ്പം പോകണമെങ്കിൽ ഇപ്പം പോകാമെന്നും പല പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ്. അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കാരന് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് 100% ഉറപ്പ് പറയാൻ സാധിക്കില്ലെങ്കിൽ തന്നെ പുള്ളിക്കാരൻ വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് അത് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ട് യാതൊരു മടിയുമില്ലാത്തൊരു മത്സരാർത്ഥി തന്നെയാണ്. അപ്പോൾ ഏകദേശം 75ാം എപ്പിസോഡിലേക്ക് ബിഗ് ബോസ് എത്താൻ പോവുകയാണ്. ഇന്ന് 71ാമത്തെ എപ്പിസോഡാണ്. സാധാരണ എല്ലാ സീസണുകളിലും 75 എപ്പിസോഡ് ആകുമ്പോൾ ഒരു ട്വിസ്റ്റ് വരാറുണ്ട്. നമ്മുടെ ഡോക്ടർ റോബിൻ്റെ എവിക്ഷൻ, ഈ കഴിഞ്ഞ സീസണിലെ ഡി ജെ സിബിൻ്റെ ക്വിറ്റ് ചെയ്ത് പോക്ക്, അതൊക്കെ സംഭവിച്ചത് ഈ പറയുന്ന 75ാം എപ്പിസോഡിലാണ്. 75ാം എപ്പിസോഡിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റ് ക്വിറ്റ് ചെയ്ത് പുറത്തു പോകും, അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് തന്നെ എന്തെങ്കിലും കാരണത്താൽ സ്പോട്ട് എവിക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഷാനവാസിനൊരു അടി പറ്റുമോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ ഇല്ലാതില്ല. നിങ്ങൾക്കും ആ ഒരു സംശയം ഉണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം, ഷാനവാസ് ഇത്രയും ഡിപ്രഷനിൽ നിന്നൊക്കെ മാറി ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ആക്റ്റീവായിട്ട് വരുമോ, ഗെയിമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമോ, കോണ്ടന്റ് കൊടുക്കുമോ എന്നൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷാനവാസിനെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.